ഹായ് ഓൾ, വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ യാത്ര 2 പേരിലല്ല കേട്ടോ, ഇന്ന് ഞങ്ങൾ 3 പേരാണ്. ഞങ്ങളുടെ കൂടെ ഉള്ളത് ആഷ്ലിയാണ്. ഇവള് ഇവിടെ തന്നെയാണ്, ജർമ്മനി തന്നെയാണ്, ഞങ്ങളുടെ ഒരു കസിനാണ്. ഞങ്ങൾക്ക് 3 പേർക്കും കൺഫ്യൂഷനായിരുന്നു എങ്ങോട്ട് പോകണം, എവിടെയെങ്കിലും പോയാലോ. ചേട്ടായിക്ക് ഇന്ന് ഓഫായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റിൽ ഡെക്കാത്ലോണിലൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഇവിടെ വിൻ്ററല്ലേ, വിൻ്റർ ആകുമ്പോൾ ഞങ്ങൾക്ക് തണുപ്പെടുത്തിടുന്ന ഡ്രസ്സുകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ സ്പോർട്സിൻ്റെയൊക്കെ സാധനങ്ങൾ അവിടെ കാണുമല്ലോ. അന്നേരം അവിടെ വിൻ്ററിനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. അന്നേരം ഞങ്ങൾ വിചാരിച്ചെങ്കിൽ അവിടോട്ടൊന്ന് പോകാം എന്ന്. നമ്മളുടെ നാട്ടിലെ ഡെക്കാത്ലോണും ഇവിടുത്തെ ഡെക്കാത്ലോണും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. പക്ഷേ പൈസയുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം. കാരണം ഇവിടെ യൂറോ ആകുമ്പോൾ ഇച്ചിരി പൈസ കൂടുതലാണ്, നാട്ടിൽ കുറവാണ്. സാധനങ്ങളെല്ലാം സെയിം തന്നെയാണ് കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ജർമ്മനിക്ക് വരുന്ന സമയത്ത് ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഈ ഡെക്കാത്ലോണിൽ നിന്നായിരുന്നു മേടിച്ചത് കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും വാങ്ങിച്ചത്. ഞാനീ അവിടെ നിന്ന് ഉദ്ദേശിച്ചത് നാട്ടിൽ നിന്നാണ് കേട്ടോ. കാരണം ഞങ്ങൾക്ക് എറണാകുളത്തു നിന്നായിരുന്നു ഞങ്ങൾ വാങ്ങിച്ചത്. പിന്നെ തൃശ്ശൂരുണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ മീൻസ് നിങ്ങൾക്ക് അടുത്തുള്ളത് നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ മതി കേട്ടോ. കാരണം വരുന്ന എല്ലാവർക്കും ഇത് പ്രയോജനം കേട്ടോ. ഫസ്റ്റ് യൂറോപ്യൻ കൺട്രിയിലേക്ക് പോകുന്ന എല്ലാവർക്കും. കാര്യം വിൻ്റർ ആകുമ്പോൾ ഫസ്റ്റ് ഇവിടെ വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇവിടുത്തെ ഒന്നും കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരിക്കുമല്ലോ. അന്നേരം നിങ്ങൾക്കതൊരു വലിയ യൂസ്ഫുള്ളായിരിക്കും കേട്ടോ. കാരണം ഇവിടെ എല്ലാ സാധനങ്ങളും നമുക്കൊരു കുടക്കീഴി കിട്ടുമെന്ന് പറയത്തില്ലേ, അതുപോലെ വിൻ്ററിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ കിട്ടും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് എന്തൊക്കെയോ വാങ്ങിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് കണക്ക് കൂട്ടി വന്ന ആൾക്കാരാണ് ഞങ്ങൾ. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്കൊന്നും അങ്ങനെ വലിയ രീതിയിലൊന്നും ഇഷ്ടപ്പെട്ടൊന്നുമില്ല കേട്ടോ. കാരണം ഈ കാണുന്നതൊക്കെ തന്നെയല്ലേ പിന്നെയും കാണുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ മാത്രം വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. കാരണം ഞങ്ങൾക്ക് ഇന്നൊരു വൈകുന്നേരം ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. ബർത്ത്ഡേ പാർട്ടി എന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. കാരണം ഇത് വേറെ ആരുടെ അല്ല, ഇത് എൻ്റെ ചേച്ചിയുടെ മോളുടെയാണ്. ചെറിമോൾ എന്നാണ് പേര്. ചെറിമോൾ എന്നല്ല, അവളെ വീട്ടിൽ വിളിക്കുന്നത് ചെറി എന്നാണ്. അവളുടെ യഥാർത്ഥ പേര് ഷെറിൽ എന്നാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ കൊണ്ട് സാധനങ്ങളൊക്കെ വെച്ച് അപ്പോഴത്തേക്കിന് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങളങ്ങനെ ഇറങ്ങിയപ്പം നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും രാത്രിയായെന്നല്ലേ. ഇവിടുത്തെ രാത്രിയല്ലത് കേട്ടോ, ഇതിവിടെ 5 മണിയായിട്ടേ ഉള്ളൂ കേട്ടോ. കാരണം വിൻ്റർ ആകുമ്പോൾ ഇവിടെ രാത്രി കൂടുതലും പകൽ കുറവുമാണ്. പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് നടക്കേണ്ടെന്ന് ആവശ്യമില്ല കേട്ടോ. 2 മിനിറ്റ് വീടിൻ്റെ അടുത്തുനിന്ന് തന്നെ ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടും കേട്ടോ. നിങ്ങൾ വിചാരിക്കും വലിയ ബർത്ത്ഡേ പാർട്ടിയാണെന്ന്. വലിയ ബർത്ത്ഡേ പാർട്ടി ഒന്നുമല്ല, ചെറിയ ബർത്ത്ഡേ പാർട്ടിയാണ് കേട്ടോ. ഇത് പിന്നെ ഞങ്ങൾ തലേന്നേ പ്ലാൻ ചെയ്ത പാർട്ടിയൊന്നുമല്ല. കാരണം ഞങ്ങൾക്ക് ഇന്ന് പുറത്തു പോയ സമയത്താണ് അവരുടെ ഫോൺ വരുന്നത്, വായോ ഒന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കൂടാമെന്നൊക്കെ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ എനിക്കൊരു കോള് വന്നു കേട്ടോ. അത് ആഷ്ലിയുടെ ഫോണിൽ നിന്ന് എനിക്ക് കോള് വന്നു. പിന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കിന് ഞങ്ങൾ കുറച്ച് നടന്ന് ചെന്നപ്പോഴത്തേന് ചെറിമോളെ കണ്ടേ. അന്നേരം അവൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ ഉദ്ദേശത്തിലാണ് പോയത്. പക്ഷേ അവൾക്ക് അവളുടെ ഇഷ്ടത്തിനുള്ള സാധനങ്ങൾ വേണം. അവളുടെ ഇഷ്ടം എന്ന് ഉദ്ദേശിച്ച് അവൾക്ക് ടോയ്സും കാര്യങ്ങളും ഒക്കെയാണ് വേണ്ടുന്നത് കേട്ടോ. ഞങ്ങൾ ചെറുമോൾക്ക് സാധനം മേടിക്കുന്ന സമയത്ത് അവർ റെസ്റ്റോറൻറ്റിൽ ക്യൂ നിന്ന് അവർ കയറി കേട്ടോ. ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൈകുന്നേരം സമയത്ത് ഭയങ്കര തിരക്കായിരിക്കുമേ. അന്നേരം നമ്മളിവിടെ നിന്ന് ക്യൂ നിൽക്കണം. എന്നിട്ട് അവർ പറയും എത്ര പേരുണ്ട്, അതിനനുസരിച്ച് അവർ നമ്മളെ കയറ്റിവിടും. 2 പേരാണെന്നുണ്ടെങ്കിൽ അവരതിനനുസരിച്ച് നമ്മൾ അവിടെ നിന്ന് കയറ്റിവിടും കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് അവരെ കണ്ട് എല്ലാവരും. ഇതിൻ്റെ ഒരു ആംബിയൻസ് നമ്മൾ കയറി ചെല്ലുമ്പോൾ നല്ല രസമാണ് കാണാൻ കേട്ടോ, ആംബിയൻസും കാര്യങ്ങളും ഒക്കെ കേട്ടോ.
നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ നോക്കിക്കൊണ്ടിരിക്കുന്ന എന്തൊക്കെയോ വലുതായിട്ട് ഓർഡർ ചെയ്യാനാണെന്ന് കേട്ടോ. പക്ഷേ ഈ കാണുന്നതല്ല, ഈ കാണുന്ന ഭംഗി മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിനൊക്കെ. കാരണം കൊണ്ടുവരുമ്പോൾ ഇതൊന്നും എരിവും കാണത്തില്ല, ഉപ്പും കാണത്തില്ല. ഇപ്പോൾ ഈ കണ്ടില്ലേ, ഇത് തന്നെ ഞങ്ങൾ ലാസ്റ്റിൽ ഈ ഓർഡർ ചെയ്യുന്നത് കേട്ടോ. കാരണം ഞങ്ങൾ എല്ലാ പ്രാവശ്യവും അതൊക്കെ തന്നെയാണ് ഓർഡർ ചെയ്യുന്നത്. കാരണം ഇവിടെ എന്ത് സാധനത്തിന് എരിവും ഉപ്പും, ഇവർ എരിവൊന്നും കഴിക്കില്ലല്ലോ, അന്നേരം അതിനനുസരിച്ചുള്ള ഫുഡാണ്. പിന്നെ ഞങ്ങൾ എപ്പോൾ ഇവിടെ വന്നാലും മലയാളീസിനെ കാണാതിരിക്കത്തില്ല കേട്ടോ. ഇവിടെ ഏതെങ്കിലുമൊക്കെ മലയാളീസ് കാണും ഞങ്ങൾ കേട്ടോ. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചുമ്മാ ഇരുന്ന് പറഞ്ഞ്, പിന്നെ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരാൻ ഭയങ്കര പാടാണ്, ഒത്തിരി ടൈം എടുക്കും കേട്ടോ. പിന്നെ അവസാനം ഫുഡ് വന്നു കേട്ടോ. ഫുഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അന്തം വിടും. കാരണം കാണുമ്പോൾ ഭയങ്കര ഋതിക് റോഷനല്ലേ, ഇത് കഴിക്കുമ്പോൾ അത്രയൊന്നും ഇല്ല കേട്ടോ. കാരണം എരിവില്ല, ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ. എരിവും കാണത്തില്ല, ഉപ്പും കാണത്തില്ല. പിന്നെ ഇത് നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ പകുതി എത്തുമ്പോഴത്തേക്കും നമുക്ക് ഇതാകും. പിന്നെ ഞങ്ങൾ ഈ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ താമസം എടുക്കുമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ എല്ലാവർക്കും ഓരോന്നും ഇത് ഓർഡർ ചെയ്തു. കാരണം അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. നിങ്ങളിവിടെ വരുന്ന കഴിക്കുകയാണെങ്കിൽ 2 പേർക്ക് ഒരു ഫുഡ് ഓർഡർ ചെയ്താൽ മതി കേട്ടോ. 2 പേർക്ക് ഒരെണ്ണം മതി. കാരണം അത് ക്വാണ്ടിറ്റി ഉണ്ട് അതിനുള്ള. പിന്നെ ഓർഡർ ചെയ്ത് പിന്നെ അടുത്ത വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്ഷമ വേണം, കുറച്ച് നേരം ഇരിക്കണം, അവർ കൊണ്ടുതരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം കേട്ടോ. ഉണ്ടോ, ഇപ്പോൾ തന്നെ ഉണ്ട്, ഞങ്ങൾ കഴിച്ച് പകുതി എത്തിയപ്പോഴത്തേക്കിന് തന്നെ എല്ലാവരുടെയും പാത്രത്തിലെല്ലാം ഇരിക്കുക. കാരണം ഇത് കഴിക്കാൻ നമുക്ക് പറ്റില്ല. ഇപ്പം ഇവിടെ നിങ്ങൾ കണ്ടില്ല, അത് എൻ്റെ അമ്മയാട്ടോ. അമ്മ ഇപ്പം ഞങ്ങളുടെ കൂടെ ജർമ്മനിയിലുണ്ട് കേട്ടോ. അതാണ് എൻ്റെ അമ്മ. പിന്നെ അവസാനം കേക്ക് എത്തി കേട്ടോ. കേക്ക് എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ കേക്കല്ല കേട്ടോ, ചെറിയ കേക്കാണ്. കാരണം ഞങ്ങൾ ഈ ഫുഡ് കഴിച്ച് എല്ലാവരും മാണ്ട് തളർന്നു. അപ്പോഴത്തേക്കിന് ഞങ്ങൾക്കിനി അടുത്തൊരു കേക്ക് കൂടെ കഴിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല കേട്ടോ. പിന്നെ കേക്കെല്ലാം കട്ട് ചെയ്ത്, പക്ഷെ ആ കേക്ക് സൂപ്പറായിരുന്നു കേട്ടോ, നല്ല അടിപൊളി കേക്കായിരുന്നു. ആക്ച്വലി ഞങ്ങൾ ആ കേക്കൊക്കെ കട്ട് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് പോയപ്പോൾ തന്നെ ഏതാണ്ട് 10:30 കേട്ടോ. ഞങ്ങളൊരു അവിടെ എത്തിയപ്പോൾ ഒരു 5:45 എത്തിയതാണ്. ഞങ്ങളൊരു 10-10:30 വരെ അവിടെ കാര്യം പറഞ്ഞ് അങ്ങനെ അങ്ങ് ഇരുന്ന് കേട്ടോ. അപ്പോഴത്തേക്കിനും ആ ഹോട്ടലിലുള്ള എനിക്ക് തോന്നുന്നു ഞങ്ങളും വേറെ 2 ഫാമിലീസ് മാത്രമേ ഉള്ളായിരുന്നു. ബാക്കി എല്ലാവരും കണ്ടോ അവിടെ എല്ലാം ഒഴിഞ്ഞു അപ്പം തന്നെ കേട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം പിന്നെ അവിടേക്ക് ഒന്ന് കറങ്ങി. അപ്പോഴത്തേനും മണി 11 കേട്ടോ, 11 മണിയായി. പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ കറങ്ങി പിന്നെ ഞങ്ങൾ വീട്ടിൽ പോരുന്നു. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. ഈ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.